ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ പറഞ്ഞതാ 2025 കഴിഞ്ഞ് പുതിയ വർഷമായ 2026 ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. 2025 എനിക്ക് അത്ര വലിയ നല്ല വർഷമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2026 തുടക്കത്തിൽ തന്നെ നമുക്കൊന്ന് കളറാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഒരു ഇയർ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. 10-30 വർഷമായെങ്കിലും ഇതുവരെ ഒരു കൊല്ലം പോലും ഒരു ഇയർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊന്നും മനസ്സിലുണ്ടായിട്ടേയില്ല. ഓരോ ദിവസം എഴുന്നേൽക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ വഴിക്ക് പോകും, എന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ വഴിക്ക് പോകും, പിന്നെ അതങ്ങ് കഴിയും, ഉറങ്ങും, പിറ്റേ ദിവസം എഴുന്നേൽക്കും. ഇത് തന്നെയായിരുന്നു എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മനസ്സിൽ ഇന്ന പ്ലാനോ അങ്ങനെയൊന്നുമില്ല. ആഗ്രഹങ്ങളില്ല എന്നല്ല കേട്ടോ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിൽ തന്നെ അങ്ങോട്ട് നിൽക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് അത് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പിറകെ പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വർഷമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം. അതിന് മെയിൻ കാരണം യൂട്യൂബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് കഴിഞ്ഞ കൊല്ലത്തെ സക്സസ് ആയ വിഷൻ ബോർഡിൻ്റെ വീഡിയോയും ഈ വർഷം പുതുതായിട്ട് ഉണ്ടാക്കിയ വിഷൻ ബോർഡിൻ്റെ വീഡിയോയും പിന്നെ വിഷൻ ബോർഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഒരു വിഷൻ ബോർഡ്. ഇതിൽ എന്നെക്കൊണ്ട് ഈ വർഷം നടത്തി കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് മാത്രമാണ് ഞാനിതിൽ ഒട്ടിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഇതെല്ലാം സക്സസ് ആവണമെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി പ്രയത്നിക്കണം. അതായത് കഠിനാധ്വാനം ചെയ്തിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ എത്തിച്ചേരണം. എന്നാൽ മാത്രമേ ഈ വിഷൻ ബോർഡ് സക്സസ് ആവത്തുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ വിഷൻ ബോർഡ്. അപ്പോൾ ഈ വിഷൻ ബോർഡ് കണ്ടപ്പം എനിക്കൊരുപാട് സന്തോഷമായി കേട്ടോ. ഇത് നോക്കിയിരിക്കുമ്പം തന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഡ്രീംസ്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഈ വർഷം ചെയ്ത് തീർക്കണം എന്നോർക്കുമ്പോൾ ഒരു സന്തോഷം. മനസ്സിന് ഇപ്പോൾ ഒരു സുഖം കൂടി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം പോയത് പോട്ടെ, ഈ വർഷം നമുക്ക് പിടിക്കാം.